എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചിങ്ങ പയറിൻ്റെ മെഴുക്കുപുരട്ടിയുമായിട്ടാണ്. ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം കൊച്ചുള്ളിയാണ്. കൂടെ എടുത്തിരിക്കുന്നത് ഒരു 4 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കിലോ അച്ചിങ്ങ പയറാണ്. ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ പയറൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി ചതച്ചാണ് എടുത്തിരിക്കുന്നത്. കൂടെ അരമുറി തേങ്ങാ കൊത്തും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, അതാണ് മെഴുക്ക് പുരട്ടിയുടെ സ്വാദ് കൂട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാ കൊത്തിടുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയർ ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് വഴന്നു വരണം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൈകൊണ്ടൊന്ന് തളിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, പയറിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. ഇത് ആവിയിൽ വെന്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരും. ഒരല്പം വെള്ളം ചേർത്താൽ മതി. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇത് ആവിയിൽ നിന്നൊന്ന് വെന്ത് വരട്ടെ.
നമുക്കിതൊന്ന് നോക്കാം. ഇതിപ്പോൾ ഒരല്പം വാടി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഈ അച്ചിങ്ങാപ്പയർ മെഴുക്കുപുരട്ടി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളി ചതച്ച് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഈ ഉള്ളിയുടെ നീരുമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കറി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പച്ചക്കറിവേപ്പിലയൊക്കെ ചേർക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ് കറിക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് പൊടി ചേർത്താൽ മെഴുക്കുപുരട്ടിക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ സമയം ചതച്ച മുളക് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് ഓരോ വീഡിയോയും കൂടുതൽ നന്നാക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നാളെ ഇതേ സമയം മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.